നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി അഥവാ കമ്മിയൽ മന്ത്രി അപ്പൂപ്പൻ എന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞിരുന്ന വി ശിവൻകുട്ടി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഏതോ കൊള്ളാവുന്ന 4 അക്ഷരമൊക്കെ കൂട്ടി വായിക്കാൻ അറിയാവുന്ന ആർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അറിയാനുമുണ്ട്. പക്ഷേ ഈ പോസ്റ്റിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിക്കാം. പോരാട്ട വീതിയിൽ SFI സഖാക്കൾ ഒറ്റയ്ക്കാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ പിള്ളേരെ മൂപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ശിവൻകുട്ടിക്ക് ഒരു മകനുണ്ട്. ആ മകൻ്റെ പേര് പി ഗോവിന്ദ് ശിവൻ എന്നാണ്. ഈ 3ാം തലമുറയിലെ കുട്ടിയാണ്. പേര് കൃത്യമായും ഒരു ഹൈന്ദവ പേരാണ്. എന്താ പറയുക, ഗോവിന്ദ് ശിവൻ എന്ന ഈ 2 പേരും ഹൈന്ദവ ദൈവങ്ങളുടെ പര്യായപദങ്ങളായിട്ടുള്ള പേരുകളാണ്. അപ്പോൾ ഈ തലമുറയിലും ഇതിന് മുമ്പുള്ള തലമുറയിലും അതിനുള്ള മുമ്പുള്ള തലമുറ നോക്കിയാലും എല്ലാം ഈ ഹൈന്ദവ പേരുകളാണ് ശിവൻകുട്ടിയുടെ കുടുംബത്തിലുള്ളത്. അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റുകാരന് വിശ്വാസം പാടില്ല എന്നൊന്നുമില്ലല്ലോ. ഇവിടെയുള്ള ചില കമ്മികൾ മാത്രമേ അത് പറയുന്നുള്ളൂ. ഈ പി ഗോവിന്ദ് ശിവൻ എന്ന ശിവൻകുട്ടിയുടെ മകൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്. അതായത് ഇവിടുത്തെ സർക്കാർ സ്കൂളിലൊന്നും അയാൾ പഠിച്ചിട്ടില്ല, SFIയിൽ അംഗമായിട്ടില്ല, അതുപോലെ തന്നെ സമരത്തിന് പോയിട്ടില്ല, പോലീസിൻ്റെ തല്ലുകൊണ്ടിട്ടില്ല. കേന്ദ്രീയ വിദ്യാലയത്തിലെ പഠിത്തത്തിന് ശേഷം പിന്നെ പഠിച്ചതൊക്കെ കേരളത്തിന് പുറത്താണ്. ഒന്ന് ഡൽഹിയിലെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഡിഗ്രി സോഷ്യൽ ഡിസൈനിലാണ് മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നത്. അതിനുശേഷം കർണാടകയിലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസർച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഈ പി ഗോവിന്ദ് ശിവൻ എന്ന ശിവൻകുട്ടിയുടെ മകൻ പഠിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമരം ചെയ്തിട്ടില്ല, SFI അംഗമായിട്ടില്ല. ഈ പുറത്താണ് ഈ ഉപരിപഠനമൊക്കെ നടത്തിയത്. ഇപ്പോൾ നല്ല ജോലിയുമൊക്കെ ആയിട്ട് വിവാഹം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു. സ്വന്തം മകനെ അത്രയും സുരക്ഷിതനാക്കി മാറ്റി നിർത്തിയിട്ടാണ് SFI പിള്ളേരോട് പോയി തല്ലുകൊള്ളാൻ ഇയാൾ ആവശ്യപ്പെടുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടെ ഞാൻ പറയാം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും, അറിയാത്ത ആളുകളുമുണ്ട്. പാർവതി എന്നാണ്, പാർവതി ദേവി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഴുവൻ പേര്. ഭാര്യയുടെ പിതാവിൻ്റെ പേര് PG എന്ന ഈ 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന പി ഗോവിന്ദപിള്ള എന്ന കമ്മ്യൂണിസ്റ്റ് താത്വിക ആചാര്യനായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ്. കഴിഞ്ഞ വർഷം AKG ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടന്നു. ആ പരിപാടി എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ പി ഗോവിന്ദപിള്ള 100ാം ജന്മവാർഷികം എന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് സാധാരണ ജന്മവാർഷികമൊക്കെ ആഘോഷിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. പക്ഷേ അദ്ദേഹം മരിച്ചൊരു വ്യക്തിയായതിനാൽ ഈ 100ാം ജന്മവാർഷികം ആചരിക്കുകയാണ് ചെയ്തത്. ആ പരിപാടിയിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു. ആ പരിപാടിയിലെ മെയിൻ ഐറ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമഭജനയായിരുന്നു. ഗായിക ഗായത്രിയാണ് അത് നയിച്ചത്. ഞാനത് അന്നേ തന്നെ അത് വീഡിയോ ആയിട്ട് ചെയ്താണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടു കാണും. ഒന്ന് ഓർത്ത് നോക്കുക. PG മുതൽ, അതായത് പി ഗോവിന്ദപിള്ള മുതൽ അദ്ദേഹത്തിൻ്റെ മകൾ പാർവതി ദേവി, അവരുടെ ഭർത്താവ് വി ശിവൻകുട്ടി, അവരുടെ രണ്ടുപേരുടെയും മകനായിട്ടുള്ള പി ഗോവിന്ദ ശിവൻ, ഈ 3 തലമുറയിലും നിങ്ങൾക്കൊരു ലെനിനെയോ ഒരു കാറൽ മാർക്സിനെയോ ഒരു ചെഗുവേരയോ കാണാൻ പറ്റില്ല. പേര് വരെ കൃത്യമായും ഹൈന്ദവ നാമത്തിലാണ്. മാത്രമല്ല ഒരു 100% ഹൈന്ദവ രീതിയിൽ വിശ്വാസപരമായി തന്നെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃത്യമായും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനും മന്ത്രിയും MLA ഒക്കെ ആയിരുന്നതുകൊണ്ട് താൻ അങ്ങനെയല്ല എന്ന് നടിക്കാൻ മാത്രമേ ശിവൻകുട്ടിക്ക് തൽക്കാലം പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ശിവൻകുട്ടിയും അതിനെ പിൻപറ്റുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിട്ടപ്പോൾ അപ്പൂപ്പൻ്റെ പേരും പിന്നീട് ശിവൻകുട്ടിയുടെ ശിവൻ എന്നുള്ള പേരും കൂടെ ചേർത്ത് പി ഗോവിന്ദ ശിവൻ എന്ന് ആണ് പേരിട്ടിരുന്നത്. അപ്പോൾ ഇതാണ് ശിവൻകുട്ടിയുടെ കുടുംബ ചരിത്രം. മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായും വിശ്വാസപരമായിട്ടുള്ള കാര്യത്തിനൊന്നും ഒരു തടസ്സവുമില്ലാതെ പേരിൽ വരെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴത്തെ തലമുറ വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ശിവൻകുട്ടിയുടെ കുടുംബം. തൻ്റെ മകനെ SFI ചേർക്കുകയോ അല്ലെങ്കിൽ സമരം ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്ത തരത്തിൽ സുരക്ഷിതനായിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം കേരളത്തിന് പുറത്ത് പഠിപ്പിച്ചു, ഉപരിപഠനം നടത്തി, നല്ല ജോലിയും വാങ്ങി. ഇപ്പോൾ മറ്റു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൂടിയാണ് വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് മറ്റൊരു കുഴപ്പമില്ല. ആ വ്യക്തിയാണ് ഏതോ കണ്ടവരുടെ മക്കളോട് പോയി തല്ലുകൊള്ളാൻ പറയുന്നത്. ഇതേപോലെയാണ് ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും മക്കളുടെ കാര്യം എടുത്തു വയ്ക്കുക. ആകെ SFIന്നോ അല്ലെങ്കിൽ പോലീസിനെതിരെ കല്ലെറിയാനും തല്ലുകൊള്ളാനും ഒക്കെ പോയിട്ടുള്ളത് ഈ P ജയരാജൻ്റെ മകനും അതേപോലെ തന്നെ കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയാണ്. ബാക്കി ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മക്കൾ ഇതേപോലെ SFIക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനോ പോലീസിന് കല്ലെറിയാനോ കേസിൽ കൊടുങ്ങാനോ ഒന്നും പോയിട്ടില്ല. അവരെയൊക്കെ വളരെ സുരക്ഷിതരായിട്ട് തന്നെ മാറ്റി സർക്കാർ സ്കൂളിൽ പോലും പഠിപ്പിക്കാതെ CBSE സ്കൂളിലും ഇപ്പോഴാണെങ്കിൽ PM-ശ്രീ ഒക്കെയുള്ള സ്കൂളിലൊക്കെ തിരഞ്ഞു പിടിച്ച് തന്നെ പഠിപ്പിച്ച് തന്നെയാണ് മാറ്റി നിർത്തി വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരായിട്ടുള്ള SFIക്കാർ ഇവർ പറയുന്ന വാക്കും കേട്ട് പോലീസിന് നേരെ ചെന്നാൽ കോഞ്ഞാട്ടയാവുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട.